ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ അവരുടെ ഒരു യഥാർത്ഥ ഉദ്ദേശം എന്താണ്. ഇപ്പൊ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അവർ എന്തെങ്കിലും രീതിയിലുള്ള റെസ്പോൺസോ കാര്യങ്ങളോ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടോ, അവരുടെ മനസ്സിലുള്ള ഒരു ട്രൂ ഇന്റൻഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ്, കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാനായിട്ട് പോകുന്നത്, എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Three of Wands, Three of Pentacles, the Tower energy, Nine of Swords, Four of Cups, Page of Wands, the Fool energy, King of Pentacles, Star, Page of Cups, Ace of Swords, Queen of Cups, Eight of Swords, Knight of Cups, Five of Pentacles, Two of Pentacles, the World energy, the Hermit. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻഡ്സ് ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി പറയാം. ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ടു ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തിൽ മുന്നോട്ടേക്ക് പോയവരാണ്. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക പോലും ചെയ്യാതെ അവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് അവരുടേതായ ലൈഫ്, അതിപ്പോൾ കരിയർ ആയിക്കൊള്ളട്ടെ മറ്റെന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോയ വ്യക്തികളായിരിക്കാം. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ ഒരു ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. വഴക്കുകൾ, വാക്ക് തർക്കങ്ങൾ. അതോടൊപ്പം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു വ്യക്തിയായിട്ടും കാണിക്കുന്നുണ്ട്. വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ മാനസികപരമായിട്ടൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുക. അതിപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ചിലവരുടെ കേസിൽ ഈഗോ ആയിരിക്കാം. ഇവർ പല കാര്യങ്ങളിലേക്ക്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങളെ പലപ്പോഴും അവഗണിച്ച് പോകുന്ന വ്യക്തികൾ. ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. ഒരുപാട് പ്രതീക്ഷകളോടെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു വ്യക്തിയെ സമീപിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അവർ നിങ്ങൾക്ക് വേണ്ടത്ര ഒരു ഗൗരവം തന്നിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലുള്ള ഒരു മനസ്സ് കാര്യങ്ങളോ പോലും ഇവർ കാണിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരു സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ നിന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ എന്തായാലും ഇവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ, എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട് തന്നെ എന്തൊക്കെയോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു ഫിസിക്കൽ ഇഷ്യൂസ്, അതുപോലെ ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്സ് കാണിക്കുന്നുണ്ട്. ടവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കൊരു തിരിച്ചടി ആരിൽ നിന്നോ ലഭിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളുടെ ഭാഗത്ത് നിന്നും ഒരു മനോവേദന ഇവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളായിട്ട് തട്ടിക്കളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, തട്ടിക്കളിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കില്ല, ഒരു ലെസ് കോണ്ടാക്ട് ഒക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകാൻ പറ്റുന്നുമില്ല, എന്നാൽ ഇവർ വേണ്ടത്ര നിങ്ങൾക്കുള്ള ആ ഒരു കെയറിങ്ങോ സപ്പോർട്ടോ ഒന്നും തരുന്നുമില്ല.
ആ ഒരു രീതിയിൽ നിങ്ങളിട്ട് വലിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനെയൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ അവർ ആ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ എന്തായാലും മറ്റു പല സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട്, തിരിച്ചടിയായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്ന പേഴ്സൺ ആണ്. ഈ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരിപ്പോ ഒരുപാട് വേദനിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. 9 ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതുപോലെ നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നതിലൊക്കെ ഒരുപാട് മനോദുഃഖം ഇവർക്ക് ഇപ്പൊ കാണുന്നുണ്ട്. ഇവർ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും, ഇപ്പൊ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും, ഇനിയിപ്പോ ലെസ് കോണ്ടാക്ട് ആണെങ്കിലും നിങ്ങളുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ ഒരു ചിന്തകളുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ റീഡിംഗ് നോക്കിയിരിക്കുന്നത് പോലും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇതുവരെ അവർ പൂർണ്ണമായിട്ട് ഒരു ആക്ഷനോ കാര്യങ്ങളോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഉദ്ദേശം ഇവിടെ വന്നിരിക്കുന്നത് ഫുൾ എനർജിയാണ്, ന്യൂ ബിഗിനിങ് തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരിക. ഹോപ്പാണ് വന്നിരിക്കുന്നത്, സ്റ്റാർ എനർജിയാണ്. വളരെ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് അവർ ഇമോഷൻസ് ഇതുവരെ എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം, പക്ഷെ അതൊരു പ്ലാനിങ്ങോട് കൂടി ആയിരിക്കണം. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് നൂലാമാലകൾ കെട്ടിപ്പണഞ്ഞ് കിടക്കുന്ന ഒരു ബന്ധമായിട്ടാണ് നിങ്ങളുടെ ഇവിടെ കാണിക്കുന്നത്. ചിലപ്പോൾ സിറ്റുവേഷൻ ബേസ് ചെയ്ത് ഈ ഒരു പേഴ്സൺ എന്തെങ്കിലുമൊക്കെ തേർഡ് പാർട്ടി എനർജി ഉണ്ടായിരിക്കാം, എന്നുവെച്ചാൽ ജെനുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. മറ്റു ചിലവരുടെ കാര്യത്തിൽ ഇവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല പല റീസൺസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു അതികഠിനമായ ഒരു ചീറ്റിംഗ് എന്നുള്ള രീതിക്കല്ല, അവോയ്ഡ്നെസ് ആണ് മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വാല്യൂ നൽകാത്ത വ്യക്തികൾ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും അവർക്ക് ആ ഒരു സ്നേഹത്തിന്റെ വാല്യൂ, വിലയൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ജീവിതത്തിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരെയാണ് മാറ്റി നിർത്തേണ്ടത്, അതിനൊക്കെ ഒരു നല്ല ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ലേൺ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പുറമേ കാണിക്കുന്നില്ലെങ്കിൽ പോലും ഹെർമിറ്റ് എനർജിയാണ്, ഒറ്റപ്പെടലാണ് കാണുന്നത്. സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കുറ്റബോധമാണ് മെയിൻ ആയിട്ട്, ഒരു റിഗ്രറ്റ് ഫീൽ വരുന്നുണ്ട് അവർക്ക്. എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ ഇത്രയും നാളും പരിഗണിച്ചില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ അവർക്ക് സ്വയം തന്നെ ഒരു ഗിൽറ്റ് ഫീൽ ആണ് വരുന്നത്. തന്നോട് തന്നെ സ്വയം ഒരു ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ തന്റെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറാവുന്നുണ്ട്. യൂണിവേഴ്സ് ആയിട്ട് അടുത്തിട്ടുണ്ട്, ഒരുപാട് ക്ഷമാപണം കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് നടത്തുന്നുണ്ട്, ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, എല്ലാ രീതിക്കും മനസ്സൊക്കെ തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും, ഇവിടെ വന്നിരിക്കുന്നത് തന്നെ പേജ് ഓഫ് wands ആണ്, നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും, അതിപ്പോ പുറത്തു നിന്നുള്ള മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ വഴിയാണെന്നുണ്ടെങ്കിലും, ഇനി നിങ്ങളോട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെയെല്ലാം നേരിടും. ഇവരൊരു റിസ്ക് എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, സിറ്റുവേഷൻ ബേസ് ചെയ്ത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അവർക്കൊരു റിസ്ക് തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഇവർ നിങ്ങളെ വേദനിപ്പിച്ചു പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കാം നിങ്ങളുടെ എനർജീനെ ഇൻക്രീസ് ചെയ്തിപ്പോ ജസ്റ്റ് ഒന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു മൂവ് ഓൺ ചെയ്യാന്ന് വെച്ചാൽ പൂർണ്ണമായും വിട്ടു പോരുക എന്നുള്ളതല്ല, ആ ഒരു പെയിനിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് പതുക്കെ ഒന്ന് റിലീഫ് ആയിട്ട് വന്നിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇവർ പെട്ടെന്ന് നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓക്കെ ശരി വാ നമുക്ക് ഒരുമിച്ച് റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകാം എന്ന് പറയണം എന്നില്ല. നിങ്ങൾ അവരുടെ അടുത്ത് ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കാം, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ പ്രകടിപ്പിച്ചേക്കാം, അതൊക്കെ ഇവർക്ക് അറിയാം. അതുകൊണ്ട് എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കൺവിൻസ് ചെയ്യാനും ബുദ്ധിപൂർവ്വം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്കും ഒരു ന്യൂ സ്റ്റാർട്ട് ചെയ്ത് ഭംഗിയായിട്ട് തന്നെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം. ആ ഒരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത്. കാരണം ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവര് പലപ്പോഴും ഒറ്റപ്പെടുന്നുണ്ട്. ഇവരുടെ കൂടെ ഇപ്പൊ ആരുമില്ല, അല്ലെങ്കിൽ ഇവർക്ക് ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആരെയാണോ ഇവർ വിശ്വസിച്ചിരുന്നത് ആ ഒരു വ്യക്തികളിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് ചതി നേരിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി നേരിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്താണ് അവർ നിങ്ങളെ കുറിച്ച് ഓർത്തിരിക്കുന്നത്. കാരണം നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഇവരെ അത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള നിങ്ങളെയാണ് ഇവർ വേദനിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇവർക്കൊരു അനുഭവം വന്നപ്പോഴാണ് നിങ്ങൾ അനുഭവിച്ച പെയിൻ എന്താണ് എന്നുള്ളത് ഇവരിപ്പോ റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു മനസ്സിലാക്കൽ ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട്
പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇപ്പൊ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും നിങ്ങൾ അവരുടെ കൂടെ ലൈഫിലേക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഇവരിവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി വന്നിരിക്കുന്നുണ്ട്. നിങ്ങളോടൊന്ന് കോൺടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന കിങ് ഓഫ് വാണ്ട്സ് ആണ്. വാണ്ട് എനർജി ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ നോക്കി കാണുകയും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു കോൺവെർസേഷൻ നടത്തുക, ഒരു തുറന്ന സംസാരം. എന്തൊക്കെയാണോ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ തെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം തുറന്നു തന്നെ നിങ്ങളോട് സംസാരിച്ച് അതിനൊരു ക്ലാരിറ്റി വരുത്തുക. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരിക. എല്ലാ രീതിക്കും പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന് കരുതിയ ആ ഒരു സ്ഥലത്ത് നിന്നും വീണ്ടും ഒരു റീസ്റ്റാർട്ടിങ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു ഉദ്ദേശം, ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് നോക്കുവാണെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോവുക എന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു ആക്ഷൻ എടുക്കണ്ട എന്നുള്ളതോ അല്ല. ഏസ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ്. വളരെ ബുദ്ധിപൂർവ്വം ആഴത്തിൽ ചിന്തിച്ചതിന് ശേഷം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു എനർജിയിൽ വന്ന് നിൽക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ ലൈഫിൽ ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെയുള്ള നിങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റിക്കളഞ്ഞാൽ ഇനി ഇതേ സ്ഥാനത്ത് മറ്റാരെയും കിട്ടില്ല. കാരണം ആരെയൊക്കെയാണോ വിശ്വസിച്ചത് അവരിൽ നിന്നൊക്കെ എന്തായാലും നല്ല രീതിക്ക് ഒരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിലായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷനിലായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തയ്യാറല്ല. നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ തടസ്സങ്ങൾ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങളിലേക്ക് എത്തുക തന്നെ വേണം. ഇവരിപ്പോ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും കാര്യങ്ങളും മനസ്സിലാക്കാനും അറിയാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു എനർജിയിലാണ്. സിക്സ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോഴേക്കും അത്രയും ഒരു പെയിൻ മനസ്സിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ ഓരോ നീക്കങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ എത്രത്തോളം മാറിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങള് അതിപ്പോ ഫിസിക്കൽ അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും മെന്റലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോൾഡ് ആയിട്ടുണ്ടായിരിക്കാം. കാര്യങ്ങൾ വളരെ മെച്യൂർഡ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളുടെ ലുക്ക് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ ഇവർ ഇതുവരെ നിങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നത്. അപ്പൊ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം എന്ന് മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നിരുന്നത് തന്നെ കിങ് ഓഫ് വാണ്ട്സ് ആണ്. ഇവിടെ നമുക്ക് ക്യൂൻ ഓഫ് വാണ്ട്സും കാണാൻ സാധിക്കും. പാർട്ട്ണർഷിപ്പ് എനർജിയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഈ ഒരു വ്യക്തിയുമായിട്ടൊന്ന് സംസാരിക്കണം, ഒരു ക്ലാരിറ്റി വേണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ പേഴ്സണും ഇപ്പൊ ഈ ഒരു സമയത്ത് അതേ ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ടായിട്ട് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്തിന്റെ എനർജി വന്നിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരേ ആഗ്രഹത്തിലൂടെ എന്ന് വെച്ചാൽ രണ്ട് ദിക്കിലേക്ക് പോയ വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടേതായ ആ ഒരു ദിക്കിലേക്ക് വന്നു തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പുറകെ അവരും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ യൂണിവേഴ്സൽ സൈൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് സറണ്ടർ ആവുക എന്നുള്ള രീതി തന്നെയാണ്. എല്ലാ തെറ്റുകളും ഏറ്റു പറയുക, സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം. ആ ഒരു മനസാക്ഷി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നീതി നൽകിക്കൊണ്ട് തന്നെ ആവണം. നിങ്ങളോട് ഒരു മാപ്പപേക്ഷ അല്ലെങ്കിൽ ക്ഷമാപണം നടത്തണം, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് നൽകണം, എല്ലാ രീതിക്കും ഒരു സപ്പോർട്ട് ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കണം. ആ ഒരു രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നത്. ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം, സ്നേഹം, അട്രാക്ഷൻ ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണിൽ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട്. അതോടൊപ്പം അവർക്കൊരു ഭയവും കാര്യങ്ങളൊക്കെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഭയം എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾ അവരെ മനസ്സിലാക്കുമോ എന്നുള്ളൊരു ചിന്ത, രണ്ട് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ഭയങ്കരമായ ഒരു സ്നേഹം കാണുന്നുണ്ട്. അതോടൊപ്പം മറ്റു പല സിറ്റുവേഷൻസ് ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ചില ജെന്യൂൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായും നിങ്ങളെ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തയ്യാറല്ല. കാരണം നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം അത്രത്തോളം ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരുടെ ലൈഫിൽ ഒരു ഇഷ്യൂ വന്നപ്പോഴാണെങ്കിൽ പോലും അവരുടെ മനസ്സിലേക്ക് ആദ്യം വന്നിരിക്കുന്ന മുഖം നിങ്ങളുടേതാണ്. അപ്പൊ നിങ്ങൾ അത്രയും ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിൽ, ഒരു ഗൈഡൻസ് ആണെന്നുണ്ടെങ്കിലും, സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും എല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു നൊസ്റ്റാൾജി എനർജിയാണ്. അപ്പൊ ആ ഒരു പഴയ കാല ഓർമ്മകളിലേക്കൊക്കെ പോകുമ്പോഴാണ് അവർക്ക് ആ ഒരു കുറ്റബോധം ഭയങ്കരമായിട്ട് തോന്നുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യണം. അതും നിങ്ങൾക്കൊരു നീതി നൽകിക്കൊണ്ട് ഒരു ന്യായമായ രീതിയിൽ തന്നെ നിങ്ങളോട് പ്രവർത്തിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ലൈഫ് ലോങ് നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി തന്നെയാണ് ഈ ഒരു പേഴ്സണിലുള്ളത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവരുടെ ഒരു മനസ്സ് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സ് ഇവർക്ക് വന്നിട്ടുണ്ട്. കാരണം എത്ര റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും
എന്തൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ നേടുക തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി നമുക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ്. മിസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ എല്ലാവരും ആ ഒരു അത്രയും നാൾ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിലും കെയർ ചെയ്തിരുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവരെ കുറിച്ച് ഓർക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണും അങ്ങനെ തന്നെയാണ്. അവരുടെ ലൈഫിൽ ഒരു ഇഷ്യൂ വന്നപ്പോൾ പക്ഷെ ആദ്യമേ അവരുടെ മനസ്സിലേക്ക് നിങ്ങളെ ഓർമ്മകൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും അവരെ സ്നേഹിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അത്രയും ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ അവർക്ക് ആ സ്നേഹം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ലൈഫിൽ ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ അവർ ആദ്യം നിങ്ങളെ കുറിച്ച് ഓർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ ഒരു ആക്ഷനോ കാര്യങ്ങളോ എടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് നടന്നിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് എന്ത് രീതിയിലാണെന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വം ആ ഒരു ആയുധം എടുത്തിറങ്ങുക. ആയുധം എന്ന് പറയുമ്പോൾ അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചതിന് ശേഷം റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി വരുത്തുക. ഇവിടെ ഒരു ട്രാവലിംഗ് എനർജിയാണ് ഈ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്കുള്ള യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് മുന്നോടിയായിട്ടാണ് അവർ ആദ്യമേ നിങ്ങളെ ചേസ് ചെയ്യുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ അവരിപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇവർ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന പേഴ്സൺ ആയിരിക്കാം. മറ്റു ചിലവരുടെ കേസിൽ ചിലപ്പോൾ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പേഴ്സന്റെ എനർജിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവർ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇതുവരെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ അവർ നിങ്ങൾക്ക് വേണ്ടത്ര ഗൗനിച്ചിരുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത്ര priority നൽകിയിട്ടുണ്ടായില്ല. എന്നാൽ ആ ഒരു കെട്ടുകളെല്ലാം പൂർണ്ണമായിട്ട് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ വളരെ fast ആയിട്ട് സന്തോഷകരമായ ഒരു പരിസമാപ്തി ഈ relationship ൽ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ person ഇപ്പോൾ വരുന്നത്. ഇവിടെ വേൾഡ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ രീതിക്കും ആ ഒരു സന്തോഷം, സമൃദ്ധി എല്ലാം ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവരണം. ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം നിങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം, ഒരുമിച്ച് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പും ആയിക്കൊള്ളട്ടെ, ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കണം. ആ ഒരു മെന്റാലിറ്റി ആണ്. കാരണം ഇപ്പൊ അനുഭവിക്കുന്ന ഈ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിൽ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് വേദനിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വേദനകൾ ഷെയർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതുപോലെ അവരുടെ എന്തെങ്കിലും സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അവർക്കിപ്പോ ആരും ഇല്ല. അല്ലെങ്കിൽ കൂടെ നിന്നവരൊന്നും ജെന്യുവൻ ആയിട്ടുള്ള വ്യക്തികളല്ല എന്നൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി അവരുടെ മുന്നിലേക്ക് വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് വളരെ പ്രതീക്ഷ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് വരുന്നത്. അപ്പൊ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും വളരെ ഒരു ഫാസ്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ആക്ഷൻ എടുത്ത് വരികയും അതോടൊപ്പം ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ഇവരൊക്കെ ഏറ്റവും നല്ല രീതിക്ക് തന്നെ ഒരു ട്രീറ്റ് ചെയ്ത് ഇവരുടെ ലൈഫിലേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു intention എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാം. ഈ ഒരു സമയത്ത് ഇവർ എന്തെങ്കിലും നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, മനസ്സുകൊണ്ട് എന്തെങ്കിലും മെസ്സേജസ് പാസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. മെന്റ് ആണ് വന്നിരിക്കുന്നത്, റീയൂണിയൻ വന്നിട്ടുണ്ട്, നെഗ്ലക്റ്റഡ് വന്നിട്ടുണ്ട്, അൺവർത്തി വന്നിട്ടുണ്ട്, ഡിസ്എഗ്രിമെന്റ്, കോൺവെർസേഷൻ, ഓവർവെൽഡ്, റിഫ്ലക്ഷൻ. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന ടൈം ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യമേ തന്നെ മെന്റ് ആണ്. ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് അവരുടെ തന്നെ ആവശ്യമാണ് എന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വേണമെന്ന് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്കിവിടെ റീയൂണിയൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ, വീണ്ടും ഒരു പുനർസമാഗമം നടത്തണം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം, നിങ്ങൾ എൻ്റെ കൂടെ തീർച്ചയായിട്ടും വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ്. എവിടെയാണോ ഇവർ നിങ്ങളെ അവഗണിച്ചത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരു രീതിക്കുള്ള ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിലും കെയറിങ് ആണെന്നുണ്ടെങ്കിലും തരാതിരുന്നത്, ആ ഒരു കാര്യങ്ങളെല്ലാം ഇനി നിങ്ങളിലേക്ക് തരാനായിട്ട് അവർ തയ്യാറാണ്. കാരണം അവർ ഒരിക്കൽ തോറ്റുപോയ വ്യക്തികളാണ്.
ആ ഒരു തോറ്റുപോയ സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് ഇനി എന്താണോ വേണ്ടത്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ബ്യൂട്ടി നിലനിർത്തി എല്ലാ രീതിക്കും ഒരു സപ്പോർട്ട് ആയിട്ട് നിൽക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. അതായത് അവരെക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ആ ഒരു എഫേർട്ട് ആണെന്നുണ്ടെങ്കിലും കൊടുത്തിരിക്കുന്ന ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഇവർ അതിന്റെ അടുത്ത് പോലും എത്തുന്നില്ല എന്നുള്ളത് ഇവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അത്രയും ആത്മാർത്ഥത ഈ ഒരു ബന്ധത്തിൽ പുലർത്തിയ വ്യക്തിയാണ് നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നേക്കാൾ ഏറ്റവും നല്ലത് നീയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. കാരണം അവർക്ക് പറ്റിയിരിക്കുന്ന ഈ ഒരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയത് തന്നെയാണ് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഒരുപക്ഷേ നിങ്ങൾ അവരുടെ കൂടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയോറിറ്റി നൽകി ഇവർ തന്നെ നിങ്ങളെ ചേർത്ത് പിടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടു എന്നുള്ളത് പറഞ്ഞല്ലോ, അതൊന്നും ചിലപ്പോൾ സംഭവിക്കില്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ട്രെസ് അവരുടെ ഉള്ളിലുണ്ട്, അവരുടെ എനർജി ഒക്കെ ഭയങ്കരമായിട്ട് ലോയിലേക്ക് പോകുന്നുണ്ട്. എങ്കിൽ പോലും അവർ ആ ഒരു എനർജീനെ എല്ലാം വീണ്ടെടുത്ത കോൺവെർസേഷൻ ആണ് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളോടൊന്ന് സംസാരിക്കാനും നിങ്ങളുടെ ഒരു സൗണ്ട് കേൾക്കാനും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മാത്രം അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ലെസ് കോണ്ടാക്ട് ഉള്ളവരാണെങ്കിൽ, അങ്ങനെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് എല്ലാം മാറ്റിയിട്ട് നിങ്ങളിലേക്ക് വരാനും നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർക്ക് വേണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇവര് നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയവരായിരിക്കാം റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത്. പക്ഷെ അതൊന്നും അവര് പാലിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പാലിക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ്. അതുപോലെ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ടൈം തരണം. ടൈം എന്ന് പറയുമ്പോൾ നിങ്ങളെ കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ്, നിങ്ങളുടെ കൂടെ കുറച്ചൊക്കെ ഇരിക്കുക. ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ട്രാവലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇപ്പൊ ട്രാവലിംഗ് അല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവർ ആ ഒരു കാര്യത്തിലൊന്നും വലിയ പ്രാധാന്യം കാണിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു കഴിഞ്ഞു പോയ നാളുകളെല്ലാം വീണ്ടും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു റിഫ്ലക്ഷൻ വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എത്രത്തോളമാണോ വേദന അനുഭവിച്ചത് അതേ വേദന ഞാനും അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അത് അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ടൈം എനർജി അതുപോലെ ആബ്സെൻസ് വന്നിട്ടുണ്ട്. അവർക്ക് ഇപ്പൊ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രസൻസ്, ആ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഈ റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്കും ഒരു ആക്ഷൻ എടുക്കേണ്ട ടൈം ആണിത്. ആ ഒരു ആക്ഷൻ എടുക്കാൻ ഇപ്പൊ തന്നെ ഒരുപാട് അവർ ലേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കുകയാണ്. എന്നാൽ ഇനി മുന്നോട്ടേക്ക് ഒരു തരി പോലും അല്ലെങ്കിൽ ഒട്ടും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ ഞാൻ തയ്യാറല്ല. വളരെ പെട്ടെന്ന് തന്നെ, ഇവിടെ ടേക്ക് ആക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്ത് ഞാൻ വരികയാണ് എന്നുള്ള കാര്യം കൂടെ അവർ നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ഒരു നെക്സ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസ് ഏത് രീതിയിലായിരിക്കും, അവരുടെ ഒരു ഇന്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം. കാലിക്കറ്റ്, സ്പൈസസ്, എച്ച് എന്നൊരു ലെറ്റർ, 28 വന്നിട്ടുണ്ട്. മകയിരം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. കെ എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, പൂരാടം, കാസർഗോഡ്, 1972, അശ്വതി, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. ചോതി, കാപ്രിക്കോൺ അഗെയിൻ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം അഗെയിൻ വന്നിട്ടുണ്ട്. എറണാകുളം, ആർ എന്നൊരു ലെറ്റർ, 40, പൂരം എന്നൊരു സ്റ്റാർ, ഉത്രിട്ടാതി, വി എന്നൊരു ലെറ്റർ, മൂലം, എസ് എന്നൊരു ലെറ്റർ, മെയ് എന്നൊരു മന്ത്, 7 എന്നൊരു നമ്പർ, ലിബ്ര, 27, 1988, ജാനുവരി മന്ത്,
രോഹിണി എന്നൊരു സ്റ്റാർ, എം എന്നൊരു ലെറ്റർ, ഫെബ്രുവരി എന്നൊരു മന്ത്, കോട്ടയം ഡിസ്ട്രിക്റ്റ്, ലിയോ സോഡിയാക് സൈൻ ആണ്, തൃക്കേട്ട എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, യു എന്നൊരു ലെറ്റർ, വിർഗോ വന്നിട്ടുണ്ട്, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴ എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.